ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഇന്ന് ഞാൻ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കാണിക്കുന്നത്. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും തടിയുള്ളവർക്കുമൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. ഇത് ഏകദേശം 2 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. മുളപ്പിച്ച ചെറുപയർ ഉപയോഗിച്ചാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. ശരീരഭാരം കുറയ്ക്കാനും പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ശ്രമിക്കുന്നവർക്ക് മൈക്രോ ന്യൂട്രിയൻസുകൾ ലഭിക്കേണ്ടത് വളരെ പ്രധാനമാണ്. മുളപ്പിച്ച ചെറുപയറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മുളപ്പിച്ച ചെറുപയറിൽ വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. രക്തം കട്ടപിടിക്കുന്നതിനും അസ്ഥികളുടെ നിർമ്മാണത്തിനും വൈറ്റമിൻ കെ അത്യന്താപേക്ഷിതമാണ്. കൂടാതെ വൈറ്റമിൻ സിയുടെ മികച്ച ഉറവിടം കൂടിയാണ് മുളപ്പിച്ച ചെറുപയർ. മാത്രമല്ല, ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും പ്രതിരോധശേഷിക്കും ഇത് മികച്ചതാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു പ്രധാന ഉറവിടം കൂടിയാണ് മുളപ്പിച്ച ചെറുപയർ. ഇതിൽ ഫോളേറ്റ്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇനി ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ് പ്രോട്ടീൻ. മുളപ്പിച്ച പയറിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് നല്ല കാർബോഹൈഡ്രേറ്റിൻ്റെ മികച്ച ഉറവിടം കൂടിയാണ്. ഷുഗറുള്ളവർ നിങ്ങളുടെ ഭക്ഷണത്തിൽ മുളപ്പിച്ച ചെറുപയർ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഭക്ഷണത്തിൻ്റെ ഗ്ലൈസമിക് ലോഡ് കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കൂടി സഹായിക്കും. ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രക്തസമ്മർദ്ദം. അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും മുളപ്പിച്ച ചെറുപയർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കൊളസ്ട്രോൾ ഉള്ളവർക്ക് ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് മുളപ്പിച്ച ചെറുപയർ. മുളപ്പിച്ച ചെറുപയർ ഉപയോഗിച്ച് നല്ലൊരു തോരനാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു തോരൻ തയ്യാറാക്കാനായി മുളപ്പിച്ച ചെറുപയർ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ മുളപ്പിച്ചെടുക്കാനായി 7-8 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിനുശേഷം ഒരു അരിപ്പ പോലുള്ള പാത്രത്തിലേക്ക് ഞാനിവിടെ അരിച്ചെടുത്തു. ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം മുഴുവൻ ചെറുപയർ അടച്ചു വെച്ചിരുന്നു. അതിനുശേഷമാണ് തയ്യാറാക്കുന്നത്. അപ്പോഴേക്കും ഇത് നന്നായി മുളച്ചു വന്നിരുന്നു. ചെറുപയർ മുളപ്പിച്ചെടുക്കാൻ അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. പ്രത്യേകിച്ച് വേറൊന്നും ഞാൻ ചെയ്തില്ല. കണ്ടോ, മുള വന്നിട്ടുണ്ട് ഇതിന്. ഇനി മുളപ്പിച്ച ചെറുപയർ വേവിച്ചെടുക്കാനായി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കുക്കർ ഉപയോഗിച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പക്ഷേ കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് പോകും. അത്രയും വേവേണ്ട ആവശ്യമില്ല. ഈ ചെറുപയർ തിള വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചെറുപയറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറുപയറിൻ്റെ ജസ്റ്റ് മുകളിലൊന്ന് വെള്ളം നിൽക്കണം, അത്രയും മതിയാകും. കണ്ടോ, ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നു. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് വേവിക്കാൻ വയ്ക്കുക. അടച്ച് വെച്ച് വേവിക്കുക. ഞാൻ ഉപ്പ് പിങ്ക് സാൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിം ആക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാനൊരു 15 മിനിറ്റ് നേരമാണ് വേവിച്ചത്. ഇപ്പോൾ കണ്ടോ, ചെറുപയർ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. കണ്ടോ, ഈ ഒരു പരുവായിരിക്കണം. ഇപ്പം ചെറുപയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചെറുപയറൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാം. ഇനി തോരൻ തയ്യാറാക്കാനായി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടായ ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. സവാള നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അല്പനേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. സവാള നല്ല ബ്രൗൺ കളർ ആക്കൊന്നും വേണ്ട. സവാള നല്ല സോഫ്റ്റായി കിട്ടിയാൽ മതി. സവാള വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായി ഞാനിവിടെ 4 പച്ചമുളകും 2 ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്തുമാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുക. സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക.
അതിനുശേഷം ഇതിലേക്ക് 1-2 പച്ചക്കറികൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ തോരൻ്റെ വലിയൊരു പ്രത്യേകത. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാബേജാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1/4 കപ്പ് ചുരക്ക ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നോക്കൂ, പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുക. ഇനി ചെറുപയർ ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. രണ്ട് മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂടോടെ ഈ തോരൻ കഴിക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ ഒരു തോരൻ കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വെജിറ്റബിൾ കറിയായിട്ട് തയ്യാറാക്കേണ്ട ഒരാവശ്യമില്ല. ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഉണ്ട്, പ്രോട്ടീൻ ലഭിക്കുന്നതിനായിട്ടുള്ള പയറുണ്ട്, എല്ലാം ഉണ്ട്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലൊരു തോരൻ മീൽ റീപ്ലേസ്മെൻ്റായി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനുമൊക്കെ വളരെ നല്ലതാണ് ഇതുപോലൊരു തോരൻ തയ്യാറാക്കി കഴിക്കുന്നത്. കാരണം ഇതിൽ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്ന നല്ലൊരു തോരനാണ്. ഹെൽത്തി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലെ നല്ലൊരു തോരൻ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഈ ഒരു തോരൻ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ചുരക്കി എന്ന പച്ചക്കറി ഉണ്ടല്ലോ, അതിന് ഡയൂററ്റിക് പ്രോപ്പർട്ടീസാണുള്ളത്. ഈ ഒരു വെജിറ്റബിൾ ഷുഗർ ഉള്ളവർക്ക് വളരെ നല്ലൊരു വെജിറ്റബിളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽത്തി റെസിപ്പികൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് തയ്യാറാക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.